കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജെറുസലേമിന് സമീപത്തായി ജനങ്ങൾ യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരു ഉപമ പറഞ്ഞു. കാരണം ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. പറഞ്ഞു, ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ചു തിരിച്ചു വന്നു. താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. ഒന്നാമൻ വന്ന് പറഞ്ഞു, യജമാനേ, നീ തന്ന നാണയം 10 കോടി നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. രണ്ടാമൻ വന്ന് പറഞ്ഞു, യജമാനേ, നീ തന്ന നാണയം 5 കോടി നേടിയിരിക്കുന്നു. യജമാനൻ അവനോട് പറഞ്ഞു, 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. വേറൊരുവൻ വന്ന് പറഞ്ഞു, യജമാനേ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ. നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടവൃത്തിയ, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും. ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ. പിന്നെ നീ എന്തുകൊണ്ടാണ് ഇടപാടുകാരെ തൻ്റെ പണം ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടെ അത് തിരിച്ചു വാങ്ങാമായിരുന്നില്ലേ? അവൻ ചുറ്റും നിന്നിരുന്നവരോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവർ കൊടുക്കുക. അവർ അവനോട്, യജമാനേ, അവന് 10 നാണയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വച്ച് കൊന്നുകളയുവൻ. അവൻ ഇത് പറഞ്ഞ ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിലെയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തെ നമ്മൾ വിധിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും നമ്മളെ തന്നെ വിധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ വിധിക്കുക. അതേസമയം മറ്റുള്ളവർ നമ്മളെ വിധിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അവബോധമുണ്ട്, എന്നെക്കൊണ്ട് ഇന്നത് മാത്രമേ ചെയ്യാൻ സാധിക്കൂ, ഇതിൽ കൂടുതൽ വലിയ കഴിവുകളൊന്നുമില്ല എന്നൊരു ചിന്ത നമുക്കെല്ലാവർക്കുമുണ്ട്. അതേസമയം മറ്റുള്ളവർ എപ്പോഴും നമ്മളെ നോക്കിക്കാണുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതുതന്നെയാണ് ദൈവവും നമ്മുടെ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്. ദൈവം നമ്മളിലേക്ക് നോക്കുക, അവിടുന്ന് നൽകിയ നന്മകൾ നമ്മൾ ഏത് രീതിയിൽ വിനിയോഗിച്ചു, അതുകൊണ്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കഥ പറയുന്നത് ഇപ്രകാരമാണ്. ഒരിക്കൽ ഒരു യുവാവ് കുളത്തിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരുന്ന ഒരവസ്ഥയിൽ തന്നെ രക്ഷിക്കണമേ എന്ന് ഉറക്കെ നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. ആദ്യം ആരുമൊന്നും അത്ര ഗവനിച്ചില്ല. അവസാനം ഒരു മനുഷ്യൻ ആ കുളത്തിലേക്ക് ചാടി ആ യുവാവിനെ രക്ഷിച്ചതിന് ശേഷം ആ യുവാവിൻ്റെ ചെവിയിൽ അദ്ദേഹം ഇപ്രകാരം മന്ത്രിച്ചിട്ട് അവിടെ നിന്ന് കടന്നുപോയി. ദൈവം നൽകിയ നന്മകൾക്ക് എപ്പോഴും നന്ദി പറയുക, അത് പരിപോഷിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് കടന്നുപോയി. വർഷങ്ങൾ കടന്നുപോയി. ഈ യുവാവ് അദ്ദേഹത്തിൻ്റെ ഉപദേശമൊന്നും കാര്യമായി എടുത്തില്ല. വളരെ മോശകരമായ ജീവിതം നയിച്ചു. അവസാനം ഒത്തിരിയേറെ കുറ്റങ്ങളുടെ പേരിൽ അവൻ ന്യായാധിപൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ അവൻ ന്യായാധിപൻ്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി അവൻ കാണുന്നത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ്
കുളത്തിൽ നിന്നും രക്ഷിച്ച മനുഷ്യനാണ് ഇപ്പോൾ ന്യായാധിപനായിട്ട് നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ആ യുവാവിന് സന്തോഷമായി. കാരണം തന്നെ അവൻ വെറുതെ വിടും എന്ന ഒരു ചിന്ത അറിയാതെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരിയേറെ ആഗ്രഹത്തോടു കൂടെ അവൻ നിൽക്കുമ്പോൾ അവൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായി അവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന ന്യായാധിപനെയാണ് അവൻ കാണുന്നത്. ഉടനെ തന്നെ ആ ന്യായാധിപനോട് ഈ യുവാവൻ ചോദിച്ചു, വർഷങ്ങൾക്ക് മുമ്പ് എന്നെ രക്ഷിച്ചത് നീയല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് നീ എന്നെ ശിക്ഷിക്കുന്നത്? അപ്പോൾ ആ ന്യായാധിപൻ അവനോട് പറഞ്ഞു, അന്ന് ഞാൻ നിന്നോട് ഒത്തിരിയേറെ നല്ല ഉപദേശങ്ങൾ നൽകിയിരുന്നു, പക്ഷേ നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ആ ഉപദേശം നിനക്ക് സ്വീകരിക്കാമായിരുന്നു, പക്ഷേ നീ അത് സ്വീകരിച്ചില്ല, അതുകൊണ്ട് നിന്റെ വിധി ഇതാണ് എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷത്തിൽ കാണുന്ന പ്രഭു അത് തീർച്ചയായും യേശുനാഥൻ തന്നെയാണ്. ആദ്യം നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് അവൻ കടന്നു വന്നു. എല്ലാ പാപത്തിൽ നിന്നും പൂർണ്ണമായ മോചനം നമുക്ക് നൽകി. നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു തന്നു. എന്നാൽ രണ്ടാമത് അവൻ വരുമ്പോൾ അവൻ വരുന്നത് ഒരു വിധിയാളനായിട്ടായിരിക്കും. അത് നമുക്കൊരോരുത്തർക്ക് നൽകിയ ഉപദേശങ്ങൾ അത് എപ്രകാരമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അവ നോക്കുവാൻ പോകുക. ഈ സുവിശേഷത്തിൽ കണ്ടതുപോലെ അവർക്ക് ആ നാണയങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായും 10 പേർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ 10 പേർക്കും ഒരേ നാണയങ്ങൾ എങ്കിലും കിട്ടിയിട്ടുണ്ടാകാം. ആ നാണയങ്ങൾ എപ്രകാരമാണ് അവർ പ്രയോജനപ്പെടുത്തിയത് എന്നാണ് ചോദ്യമായിട്ട് മാറുക. ഇവിടെ യേശുനാഥൻ നമുക്ക് നൽകുന്ന കഴിവുകൾ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എപ്രകാരം പ്രയോജനപ്പെടുത്തി എന്നാണ് അവൻ വിധിക്കാൻ വരുമ്പോൾ നോക്കുക. അവിടെ നമുക്ക് ഒഴിവ് പറയുവാൻ യാതൊരു സാധ്യതയുമില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒഴിവ് പറയുവാൻ ശ്രദ്ധിക്കും. നമ്മൾ വളർന്നു വന്ന സാഹചര്യം അതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ ഇതുപോലെയുള്ളവരായതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയത് എന്ന് കുറ്റം പറയുന്നവരായിട്ട് നമ്മൾ പലപ്പോഴും മാറാറുണ്ട്. എന്നാൽ ദൈവം അതല്ല നോക്കുന്നത്. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവന് നാണയങ്ങൾ കൈമാറുമ്പോൾ അതുവഴി നീ എന്ത് നേടാൻ ശ്രമിച്ചു എന്നാണ് കർത്താവ് നോക്കുക. ഇവിടെ 10 നേടിയവനുണ്ട്, 5 നേടിയവനുണ്ട്. അവർക്ക് കിട്ടിയ നാണയങ്ങൾ അല്പമെങ്കിലും വർദ്ധിപ്പിച്ചവരായിട്ടുള്ള വ്യക്തികളും ഉണ്ടാകാം. അവരിലെല്ലാം കർത്താവ് കാണുന്നത് എന്താണ്? താൻ കൊടുത്ത നന്മകൾ അത് പ്രയോജനപ്പെടുത്തുവാൻ അവർ പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന നന്മകൾ നമ്മൾ എപ്രകാരമാണ് പരിപോഷിപ്പിക്കുന്നത്? മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവർക്ക് കൈത്താങ്ങാകുവാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നെല്ലാമാണ് കർത്താവ് നോക്കുക. അതിലൂടെ ദൈവരാജ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കർത്താവ് നമ്മളോട് വിധിക്കുക. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദ്വീപിലയിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന നന്മകൾ അത് എപ്രകാരമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ ദാനങ്ങളോട് ഞാൻ എപ്രകാരമാണ് പ്രതികരിക്കുന്നത്? ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനം കർത്താവ് പറയുന്നുണ്ട്, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടുമെന്ന്. ഉള്ളവന് നൽകപ്പെടുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ ദാനത്തോട് അവൻ സഹകരിക്കുമ്പോഴാണ് ഉള്ളവന് വീണ്ടും നൽകപ്പെടുന്നത്. ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടുന്നത് എപ്പോഴാണ്? ദൈവം നൽകിയ ദാനത്തോട് നിസ്സഹകരണം കാണിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമാണ് ദൈവദാനത്തോട് സഹകരിക്കുന്നതെന്നും, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ കർത്താവിൻ്റെ ആ ദാനത്തോട് നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിൽ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് കർത്താവിലേക്ക് തിരികെ വരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.